അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ വിവാഹ വാർഷിക ആശംസകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിവാഹ വാർഷികവും കഴിഞ്ഞൊരു മാസം കൂടെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ മടി പിടിച്ച് അവസാനം ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 7 നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസായിട്ടൊരു കേക്കൊക്കെ വാങ്ങി കൊണ്ടുപോയി. റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ കേക്ക് വാങ്ങിയത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവർക്കും എല്ലാവർക്കും ഒരു സന്തോഷമില്ല. അപ്പോൾ എല്ലാ വർഷവും ഇതുപോണം ചെറിയ എന്തെങ്കിലും സർപ്രൈസൊക്കെ ഞങ്ങൾ കരുതാറുണ്ട്. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് എല്ലാവർക്കും സന്തോഷമല്ലേ. ജസ്റ്റ് നമുക്ക് ഒത്തിരി ഒന്നും ആഘോഷമൊന്നും ഉണ്ടാവാറില്ല. ചെറിയ രീതിയിലൊരു ആഘോഷം. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിലും കേക്ക് കട്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കേക്ക് കഴിക്കാനും ഇഷ്ടമാണ്. അതെല്ലാ ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ. ക്യാരമൽ അതുപോലെയുള്ള ഫ്ലേവേഴ്സൊന്നും ഇഷ്ടമല്ല. ഇത് റെഡ് വെൽവെറ്റ് ആൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേക്ക് കഴിക്കാനായിട്ട്. കുറേ നേരമായിരുന്നു. കേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ഇതിങ്ങനെ മുറിക്കാമെന്ന് തന്നെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ, വേറെ ആരെയും പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് പൊറോട്ടയും കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ആഘോഷം. അപ്പോൾ ഒരു സ്മോൾ ഗിഫ്റ്റ് ഞങ്ങളുടെ വക. അപ്പോൾ അതും കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് അനിയത്തിയുടെ കല്യാണത്തിന് നമ്മൾ അവരെടുത്ത ഫോട്ടോയുടെ ഒരു ഇതാണ് കേട്ടോ. ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ്. അപ്പം ഫോട്ടോ ഒത്തിരി ഉണ്ട്, എന്നാലും അവർ രണ്ടുപേരെ മാത്രമായിട്ടുള്ള ഫോട്ടോ കുറവാണ്. കൂടുതലും കല്യാണ ആൽബത്തിൽ വരുന്ന ആ ഒരു ഫാമിലി ഫോട്ടോസാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തെടുത്തു. അപ്പോൾ ഏതാണ് കേട്ടോ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തത്. രണ്ടുപേർക്കും ഇഷ്ടമായി. നല്ല ഫോട്ടോ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇത് കാണിച്ചെടുത്തേടി അത് നോക്കിയേ. ഒരു ഉമ്മ എടുത്തരേ. അയ്യോ കാണാനില്ല. ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഗിഫ്റ്റൊക്കെ കണ്ടെങ്കിലും ആളുടെ ശ്രദ്ധ അവിടെ ഒന്നും ആയിരുന്നില്ല. ആളുടെ ശ്രദ്ധ മൊത്തം നമ്മുടെ കേക്കിലായിരുന്നു. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് പ്ലേറ്റിലാക്കിയാൽ മാത്രമാണ് നമുക്ക് വട്ടം കൂടിയിരുന്നൊന്ന് പിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അവൾക്കും സ്വന്തമായിട്ട് പ്ലേറ്റിൽ കിട്ടിയാൽ മാത്രമേ ഒന്ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആള്. അതുപോലെ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വേഗം വാ, കേക്ക് കഴിക്കാം. അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോയിൽ വേറെ ഒന്നുമില്ല. ഒന്നും സ്പെഷ്യലായിട്ടൊരു ഫങ്ഷനോ അങ്ങനെയൊന്നുമില്ല. എന്നാലും നിങ്ങളെല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണം. നമ്മുടെ മറ്റുള്ള വീഡിയോസും വാച്ച് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലി ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷം ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇപ്പം നമുക്ക് 1.5K മുകളിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ തുടർന്ന് അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം പിന്നെ എൻ്റെ ഈ വ്ളോഗിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങും അത്ര പ്രൊഫഷണൽ ഒന്നല്ലാന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ് പയ്യെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തോറും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുതിയ അപ്ഡേഷൻസ് വരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ.